അളിയ എനിക്ക് ജോലി പോയ കാര്യമേ ഞാൻ നൈസ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഞാൻ വിളിക്കാം അങ്ങോട്ട് കേട്ടാ. സോഹ, ഒരു പ്രശ്നമുണ്ട് സോഹ. എന്റെ വീട്ടിലെ പൂച്ച മിണ്ടണില്ല, ഒരു മൂലക്ക് അനങ്ങാതെ കിടക്കുക. പൂച്ച വല്ലതും കഴിച്ചായിരുന്നു? എല്ലാം അടങ്ങി ഇരുന്നാലേ ഫുഡ് കൊടുക്കത്തോളം ഞാൻ പറഞ്ഞു. എന്റെ പൂച്ച പിണങ്ങിയിരിക്കുമ്പോഴാണ് നിന്റെ ഒരു കോള്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും നീ കേൾക്കാറില്ല. എന്റെ പൂച്ച ആരുടെ പോയെന്ന്? എന്റെ പൂച്ച മിണ്ടുന്നില്ല സോഹ. ഇവിടെ എന്റെ അച്ഛൻ മിണ്ടായിട്ട് 2 വർഷമായി, അത് ഇതുവരെ ഇവിടെ അറിഞ്ഞിട്ടില്ല. അപ്പോഴാളെ പൂച്ച മിണ്ടായെന്ന്. സോഹ, നീ എന്താ ഒന്നും മിണ്ടാത്ത? അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. എന്റെ ഓഫീസിന്റെ അവിടെ ഒരു പഴംപൊരി ഒക്കെ കിട്ടുന്ന കടയുണ്ടല്ലേ സോഹ, അത് ഇപ്പോഴും അവിടെ ഉണ്ടാ? അത് മുഴുവൻ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. എന്നിട്ട് അവിടെ ബാത്റൂം ആണ്. അവിടെ പൈസക്ക് ആളെ എടുക്കുന്നുണ്ട്. പോന്നാ നീ. എന്നിട്ട് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നീ എന്റെ അടുത്ത് ഒന്നും പറയാറില്ല. സോഹ, നിന്റെ ബൈക്ക് കത്തിപ്പോയി. എപ്പോ? അത് കഴിഞ്ഞ ആഴ്ച വീട് കത്തില്ല, അപ്പൊ അതിന്റെ ബൈക്ക് കത്തിപ്പോയി. നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? എടി ഇത് പറയല്ലേടി, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എന്റെ അടുത്തോട്ട് വരുന്നു. അപ്പൊ നിന്റെ പൂച്ച പ്രസവിച്ച് പട്ടി പേരെടുത്ത് നിന്റെ അച്ഛൻ കുറങ്ങോണ്ടാ അതിന് പേരിട്ട്. സോഹ കൂളാവും സോഹ, നിനക്ക് ജോലിയില്ലേ? നമുക്ക് ഇതെല്ലാം തിരിച്ചു പിടിക്കാം. എടി ജോലി പോയ കാര്യം പറയാൻ വന്നപ്പോഴല്ലേ. മനസ്സിലായി. അപ്പോഴല്ലേ നമ്മള് കക്കൂസ് പണിത് തൂറാൻ ആളെ കയറ്റിയത്. മോളെ, ഞങ്ങള് ബോയ്സ് ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ പറയാൻ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ കുഞ്ഞു കാര്യം എടുത്ത് ഇടരുത്. ഞങ്ങളെ മാനസിക വിഷമങ്ങളൊക്കെ പറയാൻ ആരെങ്കിലും വേണ്ടേ? എന്തിരുന്ന് ആലോചിക്കുന്നത്? സോഹ, നീ വീട് കത്തിയത് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? ഞാനൊരു വീട് നിന്ന് കത്തുന്ന ഇതുവരെയും കണ്ടിട്ടില്ല. ലൈവായിട്ട് വീടിന് കാണിച്ചു തരാം. അമ്മേ,